പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടും ആ പരിഹാരങ്ങളൊന്നും വിജയകരമായി തീരുന്നില്ല. അപ്പം എന്തുണ്ടായിരിക്കും? നമുക്കൊരു നിരാശ മനസ്സിക്ക് വരൂലേ? അങ്ങനെ വരാൻ പറ്റുമോ സുഹൃത്തുക്കളെ? കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം എന്താണ്? അള്ളാഹുവിന് കഴിയാത്തതൊന്നുമില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിടത്തോളം നമ്മൾ കണ്ടതാണ് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന് എല്ലാറ്റിനും കഴിയും. അള്ളാഹുവിന് എല്ലാറ്റിനും കഴിയും എന്ന് പറഞ്ഞാൽ ആ കഴിവുകൾക്ക് ഒരു പരിമിതിയോ കണക്കുമില്ല. അള്ളാഹ് എങ്ങനെ പരിഹരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചില വഴികൾ കാണും. ആ വഴികളൊക്കെ അടയുമ്പോൾ നമ്മൾ നിരാശ ഉണ്ടാകുന്നത്. പക്ഷെ നമുക്കറിയാത്ത വഴി അള്ളാഹിൻ്റെ അടുത്തില്ലേ? നമുക്കറിയാത്ത വഴികൾ അള്ളാഹുവിൻ്റെ അടുക്കലില്ലേ? അത് നമ്മളെ മനസ്സിക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഒരു നാട്ടിൽ ആ നാടിൻ്റെ അധിപനായിട്ടുള്ള ചക്രവർത്തി രാജാവ്, ആ രാജാവ് ബഹുദൈവ വിശ്വാസിയാണ്. അപ്പം ആ ബഹുദൈവ വിശ്വാസിയായിട്ടുള്ള രാജാവിൻ്റെ രാജ്യാതിർത്തിക്കുള്ളിലാണ് കുറച്ച് ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നത്, തൗഹീദ് ഉൾക്കൊള്ളുന്നത്. ആ തൗഹീദ് ഉൾക്കൊണ്ടാൽ എന്താ അറിയുക? അവരെ കൊല്ലും. വേറെ ഒരു ചോദ്യമില്ല. ഇപ്പം കൊല്ലും എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് കൊല്ലാൻ തീരുമാനിച്ചാൽ രാജ്യാതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കൊല്ലാൻ അയാൾക്ക് എന്ത് പ്രശ്നം? കൊല്ലാൻ കഴിയും. പക്ഷെ അവർക്ക് കൊല്ലാൻ കഴിയുമെങ്കിലും അവർ വിശ്വാസികളാണ്. വിശ്വാസികൾ എന്നാൽ എന്താണ്? ഇങ്ങനത്തെ ഒരു മരണം മുന്നിൽ നിൽക്കുമ്പോഴും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യും? അള്ളാഹുവിന് കഴിയും എന്നുള്ള വിശ്വാസം അവരെ മനസ്സിലുണ്ട്. അതെങ്ങനെയെന്നുള്ളതല്ല, അങ്ങനെ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അത് കഴിയും. അതുകൊണ്ടാണ് അവരവിടെ വെച്ച് പ്രാർത്ഥിച്ചത്. ഇത് അവൽ ഫിതയതു ഇലൽ കഹ്ഫി ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. രാജാവിൽ നിന്ന് ഒളിക്കലല്ലേ ആദ്യത്തെ പടി. അപ്പോൾ ഒളിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് അവരൊരു ഗുഹയിൽ അഭയം തേടിയത്. ഗുഹയിൽ അഭയം തേടിയിട്ട് അവർ അള്ളാഹുവോട് ചോദിച്ച കാര്യം എന്താ അറിയോ? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് കാരുണ്യം തരണം. വഹയ്യി ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങളിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള സൗകര്യങ്ങൾ നീ ചെയ്തു തരണം. അതെങ്ങനെയെന്ന് ഒരാവശ്യപ്പെടേണ്ട കാര്യമില്ല. അള്ളാഹു ചെയ്തത് എന്താണ് സുഹൃത്തുക്കൾ? ഒരമ്പിയാക്കളല്ല, യഥാർത്ഥമായ വിശ്വാസികൾ മാത്രമാണ്. അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എത്രയാണ്. അപ്പം അള്ളാഹ് കണ്ടൊരു വഴി അവർ ഉറക്ക ചെയ്തത്. ഉറക്ക പറഞ്ഞാൽ നമുക്കറിയില്ലേ, ബദർ യുദ്ധത്തിന് തലേന്ന് ഉറങ്ങിയില്ലേ സഹാബത്ത്? ഇരിക്കുന്നോടെ തന്നെ ഉറങ്ങി. അവരുടെ കയ്യിലെ വാളുകളൊക്കെ താഴത്തേക്ക് വീണു. എന്താ ഉറക്കത്തിൻ്റെ പ്രത്യേകത? ഉറക്കം എല്ലാ ടെൻഷനും അകറ്റും. നമുക്കാർക്കെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഉറക്കം പോയോ എന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. ഉറക്കം ഉണ്ടെന്ന് അവർ ഉറങ്ങണം. ഉറങ്ങി എന്താ? അവർക്കൊന്നും അറിയണ്ട. കാരണം അവർക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടുക, അടുത്ത നേരത്തെ ഭക്ഷണം ചിന്തിക്കേണ്ട, ഉറങ്ങല്ലേ, ഒന്നും അറിയണ്ട. പേടിയില്ല, രാജാവിനെ കുറിച്ചുള്ള പേടി മാറി, കൊല്ലപ്പെടുമെന്നുള്ള ഭയം മാറി, ഒന്നും അവർക്ക് അറിയാനില്ല. അവരങ്ങനെയാണ് ഉറങ്ങിയത്. അള്ളാഹു അവർക്ക് കൊടുത്ത സംരക്ഷണം. പിന്നെ ഇനി അഥവാ വന്നാൽ തന്നെ ഉള്ളിലേക്ക് കയറില്ല, കാരണം അവിടെ നായിരിക്കുന്നുണ്ട്. അത് ഇനി അഥവാ കയറി വിചാരിക്കാം. തഹ്സബുഹും ഐക്കാലം ബഹുബുറുക്കൂത്, അവർ ഉറങ്ങാണ്, പക്ഷെ അവർ കണ്ണ് തുറന്നാണ് ഉറങ്ങുന്നത്. കണ്ണ് തുറന്നിട്ട് അവർ ഉറങ്ങുന്നത്. എന്നിട്ടോ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ അള്ളാഹിൻ്റെ സംരക്ഷണം. ഈ രാജാവും ആ രാജാവിൻ്റെ തലമുറയും മരിച്ച് തീരുവോളം അള്ളാഹു ഉറക്കി. 1-2 ദിവസമല്ല, ആ തലമുറകൾ മുഴുവനും മരിച്ചുപോയി. അവർ ഉണർന്ന് എഴുന്നേറ്റപ്പോൾ അന്ന് പേടിച്ചിരുന്ന ആ ലോകം തന്നെ അന്നില്ല. പുതിയ തലമുറയാണ്. അവർക്ക് അറിയില്ല, ആൾക്കാർക്ക് തന്നെ അറിയില്ല. അങ്ങനെ രാജാവിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അറിയില്ല. ഉണർന്നപ്പോഴും അവർക്ക് വിഷമു. അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹ് എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട പടച്ചോനെന്ന് ആ ഗുഹയിൽ കയറി കടന്ന് അവർ ചോദിച്ചു. അവർക്ക് കിട്ടിയില്ലേ? നമ്മൾ എന്ത് ചെയ്യണം? അത് വിശ്വസിക്കണം. എന്നിട്ട് ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ക്ഷമല്ലെങ്കിൽ എന്താ അറിയോ? ക്ഷമയെക്കുറിച്ച് പറയാൻ കാരണം നോമ്പ് ക്ഷമയാണ് പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ അപ്പോൾ ക്ഷമിച്ചിരിക്കുകയാണ്. ദാഹത്തെ ക്ഷമിച്ച്, വിശപ്പിനെ സഹിച്ച്. അതുകൊണ്ടാണ് അസ്സൗമുലി പടച്ചോനിലേക്ക് ചേർത്തിട്ട് പറയാണ് നോമ്പിനെ. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. നോമ്പ് എനിക്കുള്ളതാന്ന് പറയുമ്പോൾ അല്ല ഈ പ്രപഞ്ച സൃഷ്ടാവായ അല്ല പറയാണ് നോമ്പ് എനിക്കാണ്. നമ്മൾ ഓരോരുത്തരുടെയും നോമ്പ് അള്ളാഹ്ക്കാണ്. എന്തേ അള്ളാഹ്ക്ക് നോമ്പ് പറയാൻ കാരണം? നമ്മൾ ഇതിന് കാണിക്കുന്ന ഈ നോമ്പിൽ നമ്മൾ കാണിക്കുന്ന നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ക്ഷമയെക്കുറിച്ചാണ് അള്ളാഹു. ആ ക്ഷമ ഈ നോമ്പിൽ നേടുമ്പോൾ ഉണ്ടാകുന്ന ഗുണം പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊരു ആത്യന്തികമായ പരിഹാരം അള്ളാഹു ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ പ്രാർത്ഥിച്ചിട്ടൊക്കെ കുറേ പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്താണ് എൻ്റെ വിഷയങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിച്ചു, പറഞ്ഞു, എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു മറുപടി കിട്ടിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, യാക്കൂബ് നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞ ഒരു പ്രവാചകനല്ലേ? ഇത് മഹാനായ ഒരു പ്രവാചക പാരമ്പര്യത്തിൻ്റെ കുടുംബത്തിൻ്റെ പിതാവാണ്.
ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. ഒരു കുട്ടി ജീവിതത്തിൽ മനുഷ്യന് വരുന്ന ഏറ്റവും വലിയ ദുരന്തമല്ല ഒരു കുട്ടി മരിച്ചു എന്ന് ഉറപ്പില്ല. മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു പോയി, പിന്നെ ക്ഷമിച്ചാൽ പോരെ. കുട്ടി എന്തായി എന്ന് അറിയില്ല. കാരണം അവർ കൊണ്ടുവന്ന കുപ്പായത്തിലെ ചോര വിദമിൻ കെതിബിൻ കള്ള ചോരയാണ്. അങ്ങനെ ആ കുട്ടികളത് വന്ന് പറയുമ്പോൾ ഒരു ഭയാനകമായൊരു വാർത്ത കേൾക്കുമ്പോൾ ആ മഹാനായ പ്രവാചകന്റെ ക്ഷമങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. കാലുയാ അബാന ഇന്നാ ദഹബനാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മത്താഇനാ. ഞങ്ങളിങ്ങനെ മത്സരിച്ച് ഇങ്ങനെ ഓടിപ്പോയപ്പോൾ ഞങ്ങൾ ഈ ചരക്കൊക്കെ നോക്കാൻ വേണ്ടി യൂസുഫിനെ അതിൻ്റെ അടുത്ത് നിർത്തിയിരുന്നു. അവനെ ചെന്നായ തിന്നു. വമാ അൻത ബിമുഅ്മിനിൻ ലനാ വലൗ കുന്നാ സാദിഖീൻ. ഞങ്ങൾ സത്യം പറഞ്ഞാലും വാപ്പങ്ങൾ വിശ്വസിക്കൂല, പക്ഷെ യഥാർത്ഥത്തിൽ അവന് ചെന്നായ തിന്നതാണെന്നാണ്. അതിൻ്റെ തെളിവിന് വേണ്ടി അവരെന്ത് ചെയ്തു? കള്ളച്ചോരയും ആ കുപ്പായത്തിൽ പുരട്ടി കൊണ്ടുവന്നു. വാപ്പാന്റെ മറുപടി കേട്ടോളൂ നിങ്ങൾ. കാലബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറാ. കാലബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറാ. വളരെ ഗുരുതരമായൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തത്. ആ തെറ്റ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് വഴങ്ങിത്തന്നു. ശരിക്കൊരു മനുഷ്യനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങളെ മനസ്സ് നിങ്ങൾക്ക് ആ മഹാപാതകം ചെയ്യാൻ കൊണ്ട് എൻ്റെ മുന്നിൽ എന്തേ ഉള്ളൂ? എൻ്റെ മുന്നിലുള്ള ജമീൽ ഭംഗിയായ ക്ഷമ. എന്താ ക്ഷമ? ഓ, പിന്നെ നോമ്പിന് പ്രാർത്ഥന പറഞ്ഞു തേടി ക്ഷമ ഉണ്ടോ? ചിന്തിക്കൂല. മാന്യമായ ഭംഗിയായ ക്ഷമ. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഇവർ ഈ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ അല്ലാഹുവിൽ അഭയം, അല്ലാഹുവിൽ സഹായം. പടച്ചോൻ എനിക്കൊരു പരിഹാരം ഉണ്ടാക്കും. നോമ്പിന്റെ ആയത്ത് പറഞ്ഞ സുഹൃത്ത്, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്നെ പറ്റി ചോദിച്ചാൽ അടുത്താന്ന് വേണമെന്തിനാ? ഇല്ലേ, കേൾക്കണില്ലേ, ഇത് മനസ്സിലാക്കണില്ലേ എന്നും ചിന്തിക്കേണ്ട. പടച്ചോ നിങ്ങൾ അടുത്തുണ്ട്. ഇന്നേ പറഞ്ഞു എന്നോട് ചോദിച്ചോളി ചോദ്യങ്ങൾക്ക് ഞാൻ എന്നാണ് അല്ലാഹ് പറയുന്നത്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. നിങ്ങളുടെ റബ്ബ് പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കും, ഞങ്ങൾക്ക് ഉത്തരം തരാം. സുഹൃത്തുക്കളെ, ആ ക്ഷമന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ പിന്നെ അവസാനം ബിന്യാമീനും പോവാണ്. ബിന്യാമീനെ അവിടെ പിടിച്ചു വെക്കാണ്. ബിന്യാമീനെ പിടിച്ചു വെച്ചിട്ട് അവിടുന്ന് മൂത്ത ജ്യേഷ്ഠൻ പറയുന്നുണ്ട്, ഇനി ഞാൻ വാപ്പാനത്തേക്കില്ല, ഇനി ഞാൻ വാപ്പാനത്തേക്ക് പോരൂല. കാരണം അന്നൊരുക്കം പോയി, ഇന്ന് നമ്മൾ ഇനി എന്ത് പറഞ്ഞാലും ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പോയിക്കോളിയും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പോവാണ്. പോയിട്ട് എന്താ അറിയോ, ഇതേ വാർത്ത ബിന്യാമീനെ അവർ വിട്ടു തന്നില്ലെന്ന വാർത്ത. അങ്ങനെ ഒരു മകൻ നഷ്ടപ്പെട്ട് വർഷങ്ങളോളം പ്രാർത്ഥിച്ചിരിക്കുന്ന വാപ്പക്ക് അതേ ദുരന്തം പിന്നെയും സംഭവിച്ച വിവരം കിട്ടുന്നത്. ആദ്യം പോയതൊരു മകൻ, ഇപ്പോഴും പോണതൊരു മകൻ തന്നെയാണ്. ഒരേ വാർത്ത. പടച്ചോതൊക്കെ നമുക്ക് വെറുതെ പറഞ്ഞു തരുമോ സുഹൃത്തുക്കളെ? അപ്പോഴും അദ്ദേഹം പറഞ്ഞത് അതേ വാക്ക്. ഏത്? ആദ്യം യൂസുഫ് നബിയെ നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞ അതേ വാക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് വഴങ്ങി തന്നു ഇത്തരമൊരു തെറ്റു ചെയ്യാൻ, രണ്ടാമത്തവനെയും നഷ്ടപ്പെടുത്താൻ. നിങ്ങൾക്ക് ആ തെറ്റു ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് വഴങ്ങി തന്നു. ഫസ്സബ്റുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക തന്നെ. ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. അൽ ഹക്കീം, അവന് എല്ലാ കാര്യത്തിലും ഒരു യുക്തിയുണ്ട്. എപ്പോൾ നൽകണം, എപ്പോൾ നൽകണ്ട, കൊടുക്കണോ കൊടുക്കാതിരിക്കണോ, വൈകി കൊടുക്കണോ നേരത്തെ കൊടുക്കണോ, ചോദിച്ചത് കൊടുക്കണോ ചോദിച്ചതിനേക്കാളും നല്ലത് കൊടുക്കണോ, എല്ലാറ്റിനും അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട്. ആ ഹിക്മത്തനുസരിച്ചേ കാര്യങ്ങൾ നടക്കൂ. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ പറയുന്നതിൽ അള്ളാഹുവിൽ അഭയം. എന്നിട്ട് നിരാശപ്പെടുകയാണോ ചെയ്തത് സുഹൃത്തുക്കളെ? രണ്ടാമത്തെ മകൻ പോയപ്പോൾ നിരാശപ്പെടാണ്, പ്രതീക്ഷ കൂടുക ചെയ്തത്. രണ്ടാമത്തെ ദുരന്തവും വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രതീക്ഷ കൂടി. അദ്ദേഹം പറഞ്ഞ
വാക്ക് നമ്മൾ നോക്കണം. അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം ജമീഅ, അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം ജമീഅ. എനിക്കെൻ്റെ 2 മക്കളെയും എൻ്റെ റബ്ബ് എനിക്ക് കൊണ്ടുവന്ന് തന്നേക്കാം. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം, അവനെല്ലാം അറിയുന്നവനും അങ്ങേയറ്റം യുക്തിമാനുമാകുന്നു. എനിക്കെൻ്റെ 2 മക്കളെയും കിട്ടും. എപ്പോഴെങ്കിലും കിട്ടൂല പറഞ്ഞോ? എൻ്റെ കാര്യം നടക്കണില്ല പറഞ്ഞോ? പ്രാർത്ഥിച്ചിട്ട് എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞോ? സുഹൃത്തുക്കളെ, ക്ഷമയുള്ളവനെ വിശ്വാസിയാകാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തിനാണ് നോമ്പ് നോറ്റ് ക്ഷമയുള്ളവരാകണത്? നമുക്ക് വിശ്വാസിയാവാൻ. എനിക്ക് അള്ളാഹുവിനോട് ഇഷ്ടം കുറഞ്ഞു പോകുന്നോ എന്ന് തോന്നുന്നു എന്നാ സഹോദരി പറഞ്ഞത്. നമ്മുടെ ദുർബലമായ വിശ്വാസങ്ങൾ അങ്ങനെ തോന്നിപ്പോയാൽ സുഅല്ലന്നില്ല, അള്ളാഹിനെ കുറിച്ച് ചീത്ത വിചാരം മനസ്സിക്ക് വന്ന് മരിച്ചു പോയാൽ തീർന്നു. അത് മരിക്കുമ്പോഴാണ് ഉണ്ടാവുക ആ വിചാരം. മരിക്കുമ്പോഴാണ് ആ വിചാരം വരിക. മരിക്കുമ്പോഴല്ലേ സുഹൃത്തുക്കളെ മാരക രോഗം വരിക? മരിക്കുമ്പോഴല്ലേ നിരാശ വരിക? എന്തേ അള്ള കേൾക്കാറുന്നത്? എന്തേ അള്ള എന്റെ വേദനയ്ക്ക് പരിഹാരം തരാറുന്നത് എന്നെങ്ങാനും ചിന്തിച്ചു മരിച്ചാൽ ജീവിതം വെറുതെ ആവും. അപ്പൊ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ കാര്യം തരും ക്ഷമ തന്നെയാണ്. ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ആ ക്ഷമയാണ് ആവശ്യം. ആ ക്ഷമയിൽ പ്രവാചകന്മാരും ആരും മോശത്തിലല്ല സുഹൃത്തുക്കളെ, മനസ്സിലായില്ലേ? കഅബാലയത്തിന്റെ തണലിൽ തലക്കിങ്ങനെ കൈവച്ച് കിടക്കുന്ന റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് സ്വഹാബത്ത് ചോദിച്ചില്ലേ, ഈ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും എന്നാണ് അവസാനമെന്ന്? ഒരു കുലുക്കമല്ലാതെ പറഞ്ഞില്ലേ? പൂർവ്വപ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചില്ലേ സുഹൃത്തുക്കളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ജീവിതത്തിൽ എത്ര വലിയ ക്ഷമയാണ് പ്രവാചകന്മാർ കാണിച്ചത്. അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ക്ഷമയെക്കുറിച്ച്, ആ പ്രാർത്ഥനയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റും. ഏറ്റവും അവസാന ഘട്ടം നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ്. ഭാര്യ വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ്. ഒരു രോഗിനെ ആരും പരിചരിക്കില്ലാതെ കിടക്കുകയാണെന്നാണ് അയ്യൂബ് നബിൻ്റെ കഥ. പക്ഷേ സുഹൃത്തുക്കളെ, എപ്പോഴും അള്ളാഹിനെ പറ്റി എന്താ അയ്യൂബ് നബി പറഞ്ഞത്? അയ്യൂബ് നബി അലൈഹി സ്വലാം എന്താണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത്? വഅയ്യൂബ ഇദ് നാദാ റബ്ബ അന്നി മസ്സനിയൽ ദുർ വഅൻത അർഹമുർ റാഹിമീൻ, അൻത അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ മഹാകാരുണ്യവാനേതാണ്. എവിടെ? കുടുംബവും ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് വഴിയിൽ കിടക്കുമ്പോഴാണ് പറഞ്ഞത് കാരുണ്യവാനിൽ ഏറ്റവും വലിയ കാരുണ്യവാനേന്ന്. അതാണ് സുഹൃത്തുക്കളെ മനസ്സ്, ക്ഷമയുടെ മനസ്സ്. അപ്പോൾ ഒരു വിശ്വാസിയായി മുൻ പിന്നെ എന്താ ഈ ഖദർ എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ? ഖദർ നമ്മൾ ധൃതി കൂട്ടൊന്നും കാര്യമില്ല. അള്ളാഹു എല്ലാം തീരുമാനം ഉണ്ടാക്കി എഴുതിച്ചിക്കാണ്. സമയമാകാതെ നടക്കൂല സുഹൃത്തുക്കൾ. രോഗം മാറാനൊരു സമയമുണ്ട്, അപ്പോഴേ നടക്കുള്ളൂ. കുട്ടികളുണ്ടാകാനൊരു സമയമുണ്ട്. എല്ലാറ്റിനും അള്ള നിശ്ചയിച്ചൊരു സമയം. ആ സമയത്തെല്ലാം നടക്കൂല. അതാ ഖദർ. ഖദറിൽ വിശ്വസിക്കുമ്പോൾ എന്തൊക്കെയാണോ അത് അള്ള അറിയുന്നു വിശ്വസിക്കണം, അള്ള എഴുതിക്കണമെന്ന് വിശ്വസിക്കണം, അള്ള ഉദ്ദേശിക്കുമ്പോഴേ നടക്കുള്ളൂ എന്നുള്ള മശീഅത്തിൽ വിശ്വസിക്കണം. അത് വിശ്വസിച്ചാൽ പോരാ, ഹൽക്കുണ്ട്, അത് നടപ്പിലാക്കുന്നവനാണ് അള്ളാഹു. നടപ്പിലാക്കും അള്ളാഹു. അള്ളാഹിന്റെ തീരുമാനം നടപ്പിലാക്കും. ആ വിധി അവൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാകും എന്ന് വിശ്വസിക്കുമ്പോഴേ ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരുള്ളൂ. ഈ ക്ഷമ വെറും ജീവിതത്തിൽ പിടിച്ചു നിന്ന് പോകാൻ മാത്രം പോരാ. ഈ ക്ഷമ ഉണ്ടോ? ഒന്നുമില്ല. പ്രാർത്ഥിക്കുക, ചോദിക്കുക, അവിടെ നിൽക്കുക. ഉണ്ട്, മാറും, ശരിയാവും, ഒരു പ്രശ്നം ഉണ്ടാവും. എന്ത് രോഗം വന്നാലും നമുക്കിപ്പോൾ ക്യാൻസർ വന്നു, എല്ലാവർക്കും വരാം. വ്യാപകമാണ് ക്യാൻസർ. ആർക്കാ ക്യാൻസർ വരാത്തത്? എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ നമ്മൾ പാപം ചെയ്തിട്ടോ കുറ്റം ചെയ്തൊന്നുമല്ല. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ജനറ്റിക് ആയിട്ട് തന്നെ വരും. നമ്മളെ വാപ്പാർക്കോ വലിയപ്പാർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാം. ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടുവരാം. അതൊന്നും ഇപ്പോൾ ആരും കണക്കാക്കിയിട്ട് കാര്യം. അത് എവിടെയും വരാം. ശരീരത്തിൻ്റെ എവിടെയും വരാം. എവിടെയാണോ സാധ്യത അവിടെ വരാം. ഒക്കെ വരും എന്നിങ്ങനെ പ്രതീക്ഷിക്കുക. ഇന്നലെ വന്നില്ല, അന്ന് വന്നില്ല, നാളെ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവുക. വരൂല വിചാരിച്ച് ജീവിക്കേണ്ട. നമ്മുടെ വന്നു കഴിഞ്ഞാൽ എന്താ അറിയും? ഒരു പ്രശ്നമില്ല, പടച്ചവനോട് പറയാനാണ്. പടച്ചവനോട് പോയി എനിക്കറിയാം. എന്താ അറിയോ? ഭർത്താവിന് ക്യാൻസർ വന്നിട്ട് ഭർത്താവ് മരണപ്പെട്ടിട്ട് ആ സഹോദരി പറഞ്ഞു, എനിക്കുള്ള അത്ഭുതം എന്താണെന്ന് വിചാരിച്ചാൽ ഇത്രയും മാരകമായ ക്യാൻസർ വന്നിട്ട് അയാൾക്ക് വേദന പറഞ്ഞിട്ടില്ല. എനിക്ക് വേദനിക്കുന്നു എന്ന് ഒരിക്കൽ പോലും അയാൾ പറഞ്ഞില്ല എന്നാണ്. അപ്പം എന്തേ, ക്യാൻസർ വന്നാൽ ഏറ്റവും വലിയ പ്രയാസം വേദനയാണ്. ഇപ്പം എന്തേ വേദനിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കാരണം? സുഹൃത്തുക്കളെ, വേദന ഇല്ലാതെ മരണം വരെ കൊണ്ടുപോകാൻ പടച്ചോന് പറ്റും. അത് മോർഫിൻ കുടിച്ചിട്ടല്ല, മനസ്സിലായി, മരുന്ന് കൊടുത്തിട്ടല്ല. അത് വേദനയല്ല. ഇപ്പം ക്യാൻസർ വന്നാൽ ക്യാൻസർ മാറില്ലെങ്കിലും വേദനയില്ലാതെ മരിക്കാമെന്നൊരു പ്രതീക്ഷയെങ്കിലും സുഹൃത്തുക്കളെ നമ്മുടെ ദുർബല വിശ്വാസത്തിൽ അതെങ്കിലും വേണ്ടേ? അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതപ്പെടൂ. ഞാൻ ആലോചിച്ച് നോക്കണം എന്താ വെച്ചാൽ, ഈ ചികിത്സക്കൊക്കെ പോയ ആൾക്കാർ, പിന്നെ ഹോസ്പിറ്റലൊക്കെ കിടക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഫോൺ വിളിച്ചിട്ട് ആൾക്കാരെ നമ്മളടുത്ത് ഫോൺ തരും. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും, ഇവരൊന്ന് സമാധാനത്തിൽ നിൽക്കാനാണ്. നമ്മളിപ്പോൾ എന്താ കാട്ടുക? ഏറ്റവും വലിയ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിക്കണം, ഏറ്റവും വലിയ മരുന്ന് കൊടുക്കണം, ഒന്ന് സമാധാനത്തിൽ. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ മൂപ്പരെ കാണുമ്പോൾ അത്ര വലിയ ഇടങ്ങേറുണ്ട്. മൂപ്പരോട് ഒന്ന് ശ്രമിച്ച് ഒരു നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കാൻ വേണ്ടി പറയുന്നതാണ് സുഹൃത്തുക്കൾ. അത് എഴുതുന്ന ആ ക്ഷമ ഉണ്ടല്ലോ, അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവണം. അത് കിട്ടാൻ നമുക്ക് പറ്റും. നമ്മൾ രാവിലെ അത്താഴം കഴിച്ചിട്ട് വൈകുന്നേരം വരെ ദാഹിച്ചിരിക്കുന്നതിനാൽ നമ്മൾ ക്ഷമ പരിശീലിക്കുകയാണ് 30 രാപ്പകലുകളിൽ.
നിസ്കാരത്തിൽ നിന്നിട്ട് നമുക്ക് വല്ല മുഷിപ്പുണ്ടോ സുഹൃത്തുക്കളെ? 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഖിറാഅത്തും കേട്ട് നമ്മൾ ശീലിച്ചു, ക്ഷമിക്കാൻ ശീലിച്ചു. ജീവിത വിപത്തുക്കളിൽ ക്ഷമിക്കാൻ ശീലിക്കണം. അത് ഏറ്റവും വലിയ കാര്യമാണ്. അവർക്ക് അല്ലാഹു വലിയ പ്രതിഫലമാണ്. വല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ട്, അനുഗ്രഹമുണ്ട്. അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ. ആര്? എന്ത് വിപത്തും വിഷമവും വന്നാലും ഒരു അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ നിൽക്കുന്ന ആളുകൾ ഹിദായത്തിലാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യമാണ്. എന്ത് പ്രതിസന്ധി, എന്ത് പ്രയാസം വന്നാലും ക്ഷമ അതിന് മാത്രം പോരാ സുഹൃത്തുക്കളെ. ഒരു നന്മ, ചെറിയൊരു നന്മ ചെയ്യണമെങ്കിൽ നമുക്ക് ക്ഷമ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്നുള്ള ദിക്റ് 100 വട്ടം പൂർത്തിയാക്കണമെങ്കിൽ ക്ഷമ വേണം അല്ലേ? മുസാഫ് എടുത്ത് നമ്മൾ ഇരുന്ന് 4 പേജ് ഓതാന്ന് വിചാരിച്ച് 1/2 പേജ് ഓതിയപ്പോൾ നമുക്ക് മടുത്തു. എന്താ? ക്ഷമല്ലാതെ ഒരു നന്മയും മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. അള്ളാഹു വെറുതെ നിശ്ചയിച്ചതല്ല ഈ 1 മാസത്തെ പരിശീലനം. ക്ഷമല്ലാതെ ഒരു നന്മ ചെയ്ത് ക്ഷമിച്ച് പിടിച്ചു നിൽക്കാൻ ഇംസാക്ക്, അതാണ് സൗം. ഇംസാക്ക്. ഇന്നേ നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. അത് മൗനവ്രതമാണ്. സംസാരിക്കാതെ നിയന്ത്രിക്കാൻ, ഞാൻ വർത്താനം പറയില്ല എന്ന് തീരുമാനിക്കുക. ആ ഇംസാക്കുണ്ടല്ലോ, പിടിച്ചു വെക്കാനുള്ള ശക്തി, അത് നോമ്പുകൊണ്ട് വേണം. നമുക്കെന്താ ശക്തി കിട്ടാത്തവരങ്ങൾ? ഞാൻ ഉദാഹരണം പറയലുണ്ട്. ഇപ്പോൾ ഈ നോമ്പുകൊണ്ട് നമുക്ക് ഈ ഗുണമൊന്നും കിട്ടാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, ഞാൻ പറയും, പഴയ കാലത്തൊക്കെ ഈ ബീഡി സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ നോമ്പ് പോറ്റാലും എന്താ ഉണ്ടാകുക? പള്ളിക്കൊക്കെ ഒരു ബീഡിയും സിഗരറ്റും കൊണ്ടുപോയി വെക്കും, തീപ്പെട്ടിയും കൊണ്ടുപോയി വെക്കും. എന്തിനറിയോ? നോമ്പ് തുറന്ന അപ്പം വലിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നിസ്കരിക്കേണ്ട മുന്നേ ഒരു ബീഡി വലിച്ചിട്ട് നിസ്കരിക്കാൻ പോകുള്ളൂ. അപ്പോൾ ഓലെ മനസ്സെന്താരങ്ങൾ ഇത്രയും സമയം പിടിച്ചു നിൽക്കുക, പിന്നെ വലിക്കാന്നാണ്. അതാണ് ഓർക്ക് എന്തെങ്കിലും ക്ഷമ പരിശീലിക്കും. ഓൻ്റെ ബീഡി വലിയ സിഗരറ്റിൽ മാറും. നമ്മളിപ്പോൾ റമദാൻ ഇങ്ങനെ എട്ടങ്ങാറായി കൊണ്ടുപോയി ഇനി 2 ദിവസമുള്ളൂ 3 ദിവസമുള്ളൂ പറഞ്ഞിട്ട് അവസാനം റമദാനാണ് കഴിഞ്ഞിട്ട് എന്തൊക്കെ നിർത്തിവെച്ചത് മുഴുവൻ തുടങ്ങാൻ റമദാൻ കഴിഞ്ഞ് കാത്തുക്കണമെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അമ്മ വർത്താനൊക്കെ കുറച്ചൊക്കെ ഒരു സമാധാനമായിരുന്നു ഈ റമദാനക്ക്. വാപ്പാൻ്റെ ദേഷ്യമൊക്കെ കുറച്ചൊരു കുറവായിരുന്നു എന്നങ്ങനെ പറയും. അത് എത്രയും കാലത്തേക്ക് 30 ദിവസത്തേക്കുള്ളൊരു പരിപാടിയാണ്. കഴിഞ്ഞാൽ അത് പഴയ കാര്യമായി. അപ്പോൾ നമ്മളൊന്നും പരിശീലിക്കണില്ല, നമ്മളൊന്നും നേടുന്നുമില്ല. റമദാൻ നമ്മളെ വിട്ടെന്ത് ചെയ്യുന്നു? നമ്മൾ അറിയാതെ കടന്നു പോകുന്നു എന്ന് മാത്രം. അക്ഷമ. ഇനി തിന്മ ചെയ്യാതെക്കണമെങ്കിലോ സുഹൃത്തുക്കളെ, ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ ഈ തിന്മ ചെയ്യാതിരിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ വെറും മദ്യപാനികളെ മാത്രമല്ല കൊടുത്തിട്ട്, അങ്ങനെ മദ്യപാനികളെ മാത്രമല്ല, ശരിക്കും മദ്യപാനികളെ കൊടുത്തിടാൻ വേണ്ടി ഉണ്ടാക്കിയാണത്. പക്ഷെ അവിടെ ഒരു മാത്രമല്ല, ഈ ഫോൺ അഡിക്ഷനായിട്ടുള്ള ആളുകളൊക്കെ കൊടുത്തിടും. ആ സാധുക്കളുടെ ഒരു കഷ്ടപ്പാട് കാണുന്നങ്ങൾ ഈ ആദ്യത്തെ ഒരു 3-4 ദിവസം ഇതാണ്ട് കിട്ടാതെയായാലും, ഫോണ് കിട്ടാതെയാകുക, മദ്യം കിട്ടാതെയാവുക, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സംഗതികൾ തന്നെ വിട്ടു നിൽക്കുമ്പോൾ കാണിക്കുന്ന ഒരു അസ്വസ്ഥത ഉണ്ട്. അത് ഭയങ്കര അസ്വസ്ഥത. ആ അസ്വസ്ഥതയിൽ എങ്ങനെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് എന്തായാലും ഒരിക്കലും അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും അവർക്ക് കഴിയില്ല. അപ്പോൾ നമ്മളുടെ തിന്മകൾ നമ്മളിന്ന് വിട്ടുപോകാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ക്ഷമല്ല. ആ തിന്മ പോകുന്നത് കൊണ്ടുണ്ടാവണം നഷ്ടമുണ്ടാവട്ടെ എന്ന് വിചാരിച്ച് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് ആണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. ഈ ആശയമാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ നേടുന്നത്. അതേപോലെ തന്നെ വിശുദ്ധ റമളാനും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ വളരെ വലിയ ബന്ധമാണ്. ഓരോ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനമല്ലേ? ഇപ്പോൾ ഈ നോമ്പ് ഇങ്ങനെ നോൽക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം കിട്ടണില്ലേ? എന്താണ് ആ മനസ്സമാധാനത്തിൻ്റെ പിന്നിലുള്ള കാര്യം? എന്താണ്? ഒരു ഭാരക്കുറവ്, ഒരു ആശ്വാസം, ഒരു റെസ്റ്റ് ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ അടുക്കളുടെ പണി കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള അധ്വാനങ്ങൾ കുറഞ്ഞിട്ടോ ഒന്നും മാത്രമല്ല നമുക്കത് കിട്ടുന്നത്. എന്താ പറയുക? പാപങ്ങൾ കുറഞ്ഞ് നന്മകൾ വർദ്ധിക്കുമ്പോൾ യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവനെ മുന്നോട്ട് വാ. യാ ബാഗിയ ശർ അഖ്സിർ, തിന്മ ആഗ്രഹിക്കുന്നവനെ കുറക്ക്. തിന്മകളെ ആപേക്ഷികമായി കുറയുന്ന, നന്മകൾ ആപേക്ഷികമായി വർദ്ധിക്കുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഈ റമളാൻ എന്ന് പറഞ്ഞാൽ. അത് റമളാൻ്റെ ലക്ഷ്യം അതാണ്. ഖുർആൻ്റെ ലക്ഷ്യം എന്താ? ഖുർആൻ്റെ ലക്ഷ്യം നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുക? തിന്മകളെ കുറക്കുക, നമ്മളിൽ നന്മകളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഖുർആനിൻ്റെയും അതേപോലെ തന്നെ റമളാനിൻ്റെയും ലക്ഷ്യം. രണ്ടിലും അതിനുള്ള പ്രചോദനങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ സത്യത്തിൽ നമ്മളെ ഓരോ നിമിഷങ്ങളിലും നന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കാൻ. പക്ഷെ എപ്പോഴാണെന്നറിയാം, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യം, ഏത് വിഷയത്തെക്കുറിച്ച് അള്ളാഹുവും റസൂലും പറയുകയാണെങ്കിലും അതിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരും. പക്ഷെ പലപ്പോഴും നമ്മളതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാറില്ല. നമ്മൾ കുറേ കാലം ചില നന്മകളൊക്കെ ചെയ്തിട്ടാണ് അതിന് ചില ഫളലുകളുണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മളൊരു സുജൂദ് ചെയ്യുമ്പോൾ ഒരു ദറജ നമുക്ക് കൂടും. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു തഹിയ്യത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയാൽ ഒരു ദറജ നമുക്ക് കൂടും, ഒരു പദവി നമുക്ക് എന്ത് ചെയ്യും? കൂടി കിട്ടും.
ഓരോ ദിക്റുകൾക്ക് എത്രയാണ് പ്രതിഫലം, ഓരോ ദുആക്ക് നമുക്ക് എത്രയാണ് പ്രതിഫലം, ഓരോ നന്മകൾക്ക് എത്രയാണ് നമുക്ക് പ്രതിഫലം. ആ പ്രതിഫലങ്ങളെക്കുറിച്ച് അറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, മുഅദ്ദിൻ, ഈ ബാങ്ക് കൊടുക്കുന്ന ആൾ ആ ബാങ്ക് കൊടുക്കുമ്പോൾ പറയണത് അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കതുകൊണ്ട് സ്വർഗം കിട്ടുന്നതാണ്. നമ്മൾ ശരിക്കും ഒന്നുണ്ടാക്കി ഒന്നെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ ഒന്നും 2 റക്അത്ത് നിസ്കാരവും ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിച്ചാൽ അതുകൊണ്ട് നമുക്ക് സ്വർഗം കിട്ടുന്നതാണ്. ഓരോ സംഗതികളെക്കുറിച്ച് അറിയുമ്പോൾ ഓരോന്നിൻ്റെ ഫളിലുകൾ മഹത്വങ്ങൾ അറിയുമ്പോഴാണ് നമുക്കറിയാം. ഇപ്പോൾ റമദാനിക്ക് നമ്മൾ തറാവീഹ് നിസ്കരിച്ചാൽ എന്ത് ചെയ്യും, അത് ഇമാമ് സലാം വീട്ടുന്നവരെ നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം. അപ്പോൾ നമ്മൾ ആരെങ്കിലും കുഴങ്ങുമ്പോൾ 2 റക്അത്ത് വേണ്ടാൻ നിൽക്കും, 2 റക്അത്തൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, അടുത്ത റക്അത്ത് കൂടാന്ന് വിചാരിക്കൂല. കാരണം മുഴുവൻ നിസ്കരിച്ചാലേ നേരം വെളുക്കോളം നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുള്ളൂ. ആ വിചാരങ്ങളിൽ നിന്നാണ് നമുക്കുണ്ടാകുക. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ പറഞ്ഞത്, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂനസ് സ്വാലിഹാത്ത് വഅന്ന ലഹും അജ്റൻ കബീറാ. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾ, അത് സ്വർഗ്ഗമാണ്. സ്വർഗം യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടണം. ഞാൻ പറയാം, സ്വർഗത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടണം. ആ സ്വർഗം നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവുമ്പോൾ നമുക്ക് മറ്റൊന്നും പ്രശ്നം ഉണ്ടാവില്ല. എന്ത് കാര്യം നമുക്ക് ഇഖ്ലാസോടെ ചെയ്യാൻ പറ്റും. ഇഖ്ലാസ്, ആത്മാർത്ഥത എങ്ങനെ, ഇപ്പം നമുക്ക് ആത്മാർത്ഥത ഉണ്ടോയെന്ന് എങ്ങനെ നമുക്കറിയാൻ പറ്റുക? നമുക്കെങ്ങനെ ആത്മാർത്ഥത ഉണ്ടോയെന്ന് അറിയാൻ പറ്റുക? ആത്മാർത്ഥത ഉണ്ടോയെന്ന് അറിയാൻ പറ്റിയ എപ്പോഴാണെങ്കിൽ നമ്മളൊരു അമല് ചെയ്തു, നമ്മളെ പുകഴ്ത്തി പറഞ്ഞു, നമുക്ക് പ്രത്യേകിച്ചൊരു സുഖം കിട്ടൂല, നമ്മളെ കുറ്റപ്പെടുത്തി, നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ കുറേ കാലമായിട്ട് നിങ്ങളുടെ അയൽവാസിക്ക് കുറേ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കുറേ കാലമായിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിരന്തരം ചെയ്തു കൊടുക്കാൻ തുടങ്ങിയിട്ടും കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നിസ്സാരമായൊരു കാര്യത്തിനും അയാൾ നിങ്ങളോട് ഉടക്കി. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുക? ഭയങ്കരമായ നിരാശ. പടച്ചോൻ ഇത്ര കാലം എന്തിനാ ഇപ്പോൾ ഇവർക്ക് നമ്മളിതൊക്കെ ചെയ്തു കൊടുത്തത്? ഈ ഇഖ്ലാസില്ലാ ചെയ്താണ്. ഇഖ്ലാസോട് ചെയ്ത ഒരാൾക്ക് എന്തെങ്കിലും ഒരിക്കലും തോന്നൂല ഞാനിപ്പോൾ എന്തിനാ അത് ചെയ്തതെന്ന്. അതാ ഇഖ്ലാസ് പറഞ്ഞാൽ, മനസ്സിലായി? ഇപ്പം നിങ്ങളൊരു ദീനി പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടന്നു ഭയങ്കരമായിട്ട്. അങ്ങനെ ദീനി പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ എത്ര ഓടി നടന്ന്, അപ്പോൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, നിങ്ങളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞു. അതൊന്നും മൈൻഡ് ചെയ്യാനല്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നിങ്ങളെ അവർ മാറ്റി നിർത്തി. അപ്പോൾ നിങ്ങൾ ഞാൻ അത്ര അധ്വാനം ചെയ്തിട്ട് എന്താ. ഇപ്പം ഞാനൊരു സുഹൃത്ത് ഒരു പള്ളീൻ്റെ കാര്യത്തിന് വേണ്ടി ഏറ്റവും അധികം സഹകരിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അവസാനം എന്ത് വെച്ചാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ആ പള്ളിയോട് ചെറിയൊരു വിരോധം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം എന്താ ഉണ്ടായത്, ആ പള്ളിക്ക് പെർമിഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി പഞ്ചായത്തിൽ പോയിട്ട് അദ്ദേഹം കംപ്ലൈൻറ്റ് ചെയ്തു. ഏത് അയാൾ ഉണ്ടാക്കുന്ന പള്ളിക്ക് പെർമിഷൻ കിട്ടാക്കാൻ അയാൾ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കുക പറഞ്ഞാൽ മനുഷ്യന്മാരുടെ മനസ്സുകളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ആളുകൾ എത്തുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നതൊക്കെ ഇപ്പോൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുക. അപ്പോൾ നമുക്കൊക്കെ അങ്ങനെ ഉണ്ടോ? ഇഖ്ലാസോട് കൂടി ഒരു കാര്യം, സ്വർഗത്തെ ആഗ്രഹിച്ചാലേ പറ്റുള്ളൂ. സ്വർഗം മനസ്സിലുണ്ടോ? ഇഖ്ലാസോടെ ചെയ്യും. ആരും നമ്മൾ കണ്ണിൽ കാണുക പോലും ഇല്ല, ഒരാളെ നമ്മൾ കാണൂല. നമ്മൾ സ്വർഗം മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുലാ. ആത്മാർത്ഥതക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നോമ്പ്. ആത്മാർത്ഥമില്ലാത്തൊന്നും തോൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നോമ്പുണ്ടോയെന്ന് നിങ്ങൾക്ക് മാത്രമേ പറയാൻ കഴിയൂ, ഒരാൾക്കും പറയാൻ കഴിയില്ല. എനിക്ക് നോമ്പുണ്ടോയെന്ന് എനിക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ ഇന്നൊരു വെള്ളവും ഒരു ഭക്ഷണവും തൊട്ടിട്ടില്ലെങ്കിൽ പോലും എൻ്റെ നോമ്പ് എനിക്കുണ്ടോ ഇല്ലേ എന്നത് എനിക്ക് മാത്രം. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് അസ്സൗമുലീന്ന്. കാരണം വേറൊരു ഇബാദത്തും അങ്ങനെയല്ല. കാരണം ആത്മാർത്ഥതക്ക് അത്രയും വലിയ സ്വീകാര്യമാണ്. ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവിന് ആരാധന ചെയ്യുമ്പോൾ ഇഖ്ലാസ്, അല്ലാഹ് മാത്രമേ മനസ്സിലുണ്ടാകാൻ പറ്റുള്ളൂ. വേറൊരു താല്പര്യവും അതിനില്ലാതെ ആ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ആ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം, ആ സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രം. ആ സ്വർഗം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് റമദാനെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും, നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നതാണ്. കാരണം സ്വർഗം ആഗ്രഹിച്ചിട്ടാണ്. മാത്രമല്ല അല്ലാഹ് പറയണത് നരകത്തിൽ നിന്ന് ആളുകൾ നമ്മൾ ചോദിക്കണം അള്ളാഹിനോട്, പടച്ചോനെ ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ലിസ്റ്റിൽ എന്നെ ഉൾപ്പെടുത്തണേ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ നോമ്പുറക്കിന് തൊട്ട് മുമ്പ് ഇരുന്നിട്ട് നമ്മൾ എന്തിനാ അല്ലാഹുമ്മ ആഅ്തിഖ്നി മിനന്നാർ, അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നമ്മൾ അള്ളാഹിനോട് എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ഇന്നി അസ്തജീറുക മിനന്നാർ വഅസ്അലുക്കൽ ജന്ന. ഞാൻ സ്വർഗം ചോദിക്കുന്ന പടച്ചോനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. ആ സ്വർഗം കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിനൊരു ഭയങ്കര സന്തോഷവും സുഖവും സമാധാനവും എല്ലാം
നമുക്ക് ലഭിക്കുന്ന ഒരാഹ്ലാദം. അതാണ് വിശുദ്ധ ഖുർആൻ്റെയും ഒരു താല്പര്യം, റമദാൻ്റെയും ഒരു താല്പര്യം. അതുകൊണ്ട് നമുക്ക് ആ സമാധാനവും സന്തോഷവും മാനസികമായ അവസ്ഥയൊക്കെ നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം സുഹൃത്തുക്കളെ, റമദാനും വിശുദ്ധ ഖുർആനെയും നമ്മൾ ചേർത്ത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു കാര്യം, ഏറ്റവും പ്രധാനം, വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം വിശ്വാസികൾക്ക് വാഗ്ദത്തം ചെയ്യുന്ന ഒരു കാര്യമാണ് പാപമോചനം, തെറ്റുകൾ പുറത്തു തരുന്നുള്ളതാണ്. ഈ റമദാൻ എന്ന് പറയുമ്പോൾ അതിലുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു തരും, പാപങ്ങൾ പുറത്തു തരിക എന്നുള്ളതുണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്ത് നഷ്ടങ്ങളെയും നമുക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യാൻ വീണ്ടെടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ മൂലമുള്ള എല്ലാ നഷ്ടങ്ങളെയും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. കാരണം അതൊക്കെ പുറത്തു തരും. ഇപ്പോൾ നമ്മളിപ്പോൾ 10-50 കൊല്ലം ജീവിച്ചപ്പോൾ ചെയ്ത തെറ്റുകളെ മുഴുവൻ അള്ളാഹു പുറത്തിരുന്ന് മാത്രമല്ല, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, എല്ലാ തിന്മകളെയും അള്ളാഹു നന്മകളാക്കി തരും. ഈ പാപമോചനം റമദാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമ്മൾ മനസ്സിലാക്കിയല്ലോ, മൻസ്വാമ റമദാന ഈമാനം വഹ്തിസാബൻ ഉഫിർലഹുമാത്ത, നോമ്പ് നോറ്റാൽ പാപങ്ങളൊക്കെ പൊറുക്കും, നിസ്കരിച്ച പാപങ്ങൾ പൊറുക്കും. ലൈലത്തുൽ ഖദറിൻ്റെ അന്നത്തെ രാത്രി നിസ്കാരം കൊണ്ട് മാത്രം നമ്മുടെ പാപങ്ങൾ പുറത്തു തരാമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഈ പാപമോചനം ആണ് ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യം. ഇന്നി ലഗഫാറുൻ ലിമൻ താബ വ ആമന വ അമില സ്വാലിഹ തുമ്മ ഇഹ്തദാ, ഞാൻ പുറത്തു കൊടുക്കും, എന്നിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുന്നവന് ഞാൻ പുറത്തു കൊടുക്കും അവൻ്റെ എല്ലാ തെറ്റുകളും. ചെറിയ ദോഷങ്ങളൊക്കെ എന്താ അറിയും, ഇതുകൊണ്ടൊക്കെ പൊറുക്കും, നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ദിക്ർ കൊണ്ടൊക്കെ പൊറുക്കും. എന്നാൽ വലിയ പാപം അതോട് പൊറുക്കൂല. വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹറാമുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള പാപമോചനം നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിനെ അള്ളാഹു വിശേഷിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് റഹ്മത്ത്. ഹുദം വ റഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ റഹ്മത്താണ്. ഖുർആൻ റഹ്മത്താണ് എന്നുള്ളത് ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ റഹ്മത്തായി നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ എന്താണ്, ഖുർആനിൽ നിന്ന് അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഖുർആൻ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഹുദൻ ലിന്നാസ്, ഖുർആൻ മനുഷ്യന് തെറ്റുപറ്റാത്ത നിയമങ്ങളും മാർഗദർശനവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. ആ ഹുദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഭയങ്കരമായൊരു വെളിച്ചം കിട്ടും. ഞാനൊരു ഉദാഹരണം പറയാം. എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കോഴിമുട്ട, ഒരു താറാവ് മുട്ട, വിരിയാനായൊരു കോഴിമുട്ടയും ഒരു താറാവ് മുട്ടയും അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിരിയാനായ സന്ദർഭത്തിൽ, വിരിഞ്ഞിറങ്ങാനായ സന്ദർഭത്തിൽ എന്ത് ചെയ്യുക, ഒരു വെള്ളത്തിൻ്റെ അടുക്കൽ, ഒരു കിണറിൻ്റെ ഒരു കുളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുഴൻ്റെ അരികിൽ കൊണ്ടുപോയി വെക്കുക. കൊണ്ടുപോയി വെച്ചാൽ എന്താ അവരങ്ങൾ, ആ താറാവ് വിരിഞ്ഞിറങ്ങിയാൽ നേരെ വെള്ളത്തിൽ നടക്കും. കോഴിക്കുഞ്ഞ് എന്താ ചെയ്യുക, നിങ്ങൾ വിരിഞ്ഞിറങ്ങിയാൽ നേരെ തിരിച്ചാൽ നടക്കുക. അപ്പോൾ കോഴിക്കുഞ്ഞ് വെള്ളത്തെ പേടിച്ച് പുറകോട്ട് പോകുന്നു, താറാവ് വെള്ളത്തിലേക്ക് പോകുന്നു. അതാണ് ഹുദ. റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എൻ്റെ രക്ഷിതാവ് എല്ലാറ്റിനും സൃഷ്ടിപ്പ് നൽകി. അള്ളാഹ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. സുമ്മ ഹദാ, എന്നിട്ട് അതിന് വഴി കാണും. എന്താണ് ആ വഴി അറിഞ്ഞാൽ, നമ്മളൊരു അപകടത്തിൽ പെടാതിരിക്കാനുള്ള വഴി. അത് ഓരോ സൃഷ്ടിപ്പിലും കാണിച്ചു കൊടുത്തതിനെ പറ്റിയാണ് ഹുദ എന്ന് പറഞ്ഞത്. അതായത് കോഴിക്കുഞ്ഞിന് അപകടമാണ് വെള്ളം, അപ്പം അതിനെ തിരിച്ച് നടത്തി. അതാരെ പഠിപ്പിച്ചു കൊടുത്തത്? അള്ളാഹ് സൃഷ്ടിച്ചപ്പോൾ കൊടുത്ത വിവരമാണത്. താറാവ് കുഞ്ഞിന് രക്ഷയാണ് വെള്ളം, വെള്ളം വേണം, അപ്പൊ നേരെ വെള്ളത്തേക്കാ നടന്നത്. ഇതേ പദമാണ് അള്ളാഹു ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ്. അതായത് നമുക്ക് തെറ്റുപറ്റാത്ത മാർഗനിർദ്ദേശങ്ങളാണ് ഖുർആനിൽ മുഴുവൻ. അതുകൊണ്ട് എന്താ നിങ്ങൾ ഖുർആനി പറഞ്ഞതിനെതിരായി നമ്മൾ ജീവിച്ചാൽ സുഹൃത്തുക്കൾ നമ്മൾ അപകടത്തിൽ പെടും. നമ്മൾ അപകടത്തിൽ പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹ് പറഞ്ഞോടത്ത് നിൽക്കണം. അപ്പം നിങ്ങൾ വെറുതെ ഒരു ആത്മപരിശോധന, റമദാനൊക്കെ അല്ലേ, നമുക്ക് നമ്മളെ പറ്റി ചിന്തിക്കാൻ നല്ല സമയമുള്ള ഒരു സന്ദർഭമാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തിരുത്തേണ്ടതുണ്ട്. തിരുത്തില്ലെങ്കിൽ വലിയ കുഴി പോയി ചാടും. അള്ളാഹ് കാണിച്ചു തന്ന വഴിയിലൂടെ അല്ലാതെ പോയില്ലെങ്കിൽ വലിയ കുഴി ചാടും. വമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്കാ. വമനിത്തബഅ ഹുദായ, എൻ്റെ സന്മാർഗത്തെ ആര് പിൻപറ്റുന്നുവോ ഫലാ യദില്ലു വലാ യഷ്കാ, ഓൻ വഴി തെറ്റിപ്പോല. അള്ളാഹ് പറഞ്ഞ വഴിക്ക് പോകണം, വഴി തെറ്റൂല. വലാ യഷ്കാ, അവൻ കഷ്ടപ്പെടേണ്ടി വരികയുമില്ല, അവൻ ദൗർഭാഗ്യം അടയില്ല. അള്ളാഹ് നിർദ്ദേശിച്ച വഴിയിലൂടെ മാത്രം പോകുന്നവൻ ഒരിടങ്ങേറും തൊടില്ല. നമ്മുടെ ഏറ്റവും നല്ല വഴിയിലേ സുഹൃത്തുക്കളെ പോവുള്ളൂ. പക്ഷേ നമ്മൾ പലയിടത്തും നമ്മൾ അത്ര കണിശത പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ പറയാ, ഈ നമ്മുടെ സഹോദരിമാരോട് നമ്മൾ എപ്പോഴും കുട്ടികളുടെ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം.
ഞാൻ ഇന്നലെ നമ്മുടെ റമദാൻ സംഘം നമ്മുടെ ഇഫ്താറിൻ്റെ സമയത്ത് ഞാൻ സൂചിപ്പിച്ചു. കാരണം അവിടെയൊക്കെ വളരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആഗ്രഹിച്ച് വരുന്ന ആളുകളുടെ കൂടെ പോലും കുട്ടികൾ വരുന്നത് അപ്പാതി നഗ്നകളായിട്ടാണ് വരുന്നത്. അവിടെ പാൻറ്, അതിൻ്റെ മുകളിലേക്ക് ഇറങ്ങി നിൽക്കാത്ത അവരുടെ ഷർട്ട്, ഏതോ ഒരു ഷാൾ ആർക്കു വേണ്ടി ചുറ്റിക്കെട്ടി കഴുത്തും മാറുമെല്ലാം പുറത്ത് കാണുന്ന രൂപത്തിൽ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക്, നമ്മൾ മാറണം. അല്ലാഹ് നമ്മളെ അനുഗ്രഹിക്കാതെ പോയാൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ ആർക്കും പറ്റില്ല സുഹൃത്തുക്കളെ. അല്ലാഹ് വെറുതെ ഒന്നും പറയില്ല, മനസ്സിലായില്ലേ? അല്ലാഹ് പറയണത് അതൊരു ഗൗരവത്തിലായിരിക്കും. ഒരു ഡോക്ടർ ഒരു സംശയം ചോദിച്ചു, അയാളുടെ ഭാര്യയും ഡോക്ടറാണ്. അപ്പോൾ അയാൾ പറയാ, ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ വേണമെങ്കിൽ എൻ്റെ വൈഫിന് ജോലി ചെയ്യാം, പക്ഷെ എനിക്ക് അവിടെ ഇങ്ങനെ ഇപ്പോൾ അവിടുത്തെ സ്ത്രീകളൊക്കെ എന്നോട് ഇങ്ങനെ ഇടപഴകുന്നതും പെരുമാറുന്നതും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ഇവിടേക്കൊക്കെ ഇപ്പം എൻ്റെ ഭാര്യ വന്നാൽ ഈ ആണുങ്ങളോടൊക്കെ ഇപ്പം ഇങ്ങനെ പെരുമാറണ്ടേ, എന്താ ഇപ്പം ചെയ്യുക? ഇത്രയും പഠിച്ചൊരാളെ ജോലിക്ക് പറഞ്ഞയക്കാനും വയ്യ, എന്നാൽ ഇവിടേക്കോട്ട് പറഞ്ഞയക്കാനും വയ്യ. ഇപ്പം എന്താ ചെയ്യുക? സ്വന്തമായൊരു ക്ലിനിക്ക് എന്ന് അറിയുമ്പോഴും അവർക്ക് സമ്മതമാവണില്ല. നമുക്കൊരു ക്ലിനിക്ക് അടുത്തറിയുമ്പോൾ സമ്മതമാവണില്ല. ഇതുപോലുള്ള ആശുപത്രികളിൽ ജോലി ചെയ്യണമെന്ന് പറയണം. അപ്പം അങ്ങനെ പറയാം. അപ്പം പറഞ്ഞു, നമ്മൾ സൂക്ഷിച്ച് ചെയ്യാല്ലേ. നമുക്കിപ്പോൾ ഒരു തിന്മേണ്ട സ്ഥലത്ത് നമ്മൾ പരമാവധി സൂക്ഷിച്ചിട്ടേ ഇടപെടുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നമുക്ക് എവിടെയും ജീവിക്കാം. അങ്ങനെയല്ലേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം, അപ്പോൾ ഇസ്ലാം ഒരു എടങ്ങറാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഡ്രസ്സ് ഇടാൻ അയക്കൂല, പുറത്തിറങ്ങാൻ അയക്കൂല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ആലോചിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും വലിയ അപകടമായി നിങ്ങളുടെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഏറ്റവും വലിയ അപകടമായി വരാൻ പോണത് എന്താണെങ്കിൽ അള്ളാഹു നമുക്ക് തന്ന ഈ ഗൈഡൻസ് ഉണ്ടല്ലോ, അത് തെറ്റിലാണ്. ഞാൻ വെറുതെ പറയാമല്ലോ. ഒരു പയ്യൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ചൊരു ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരു കക്ഷി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവനോടൊന്ന് സംസാരിക്കണം. അവൻ കുറേ കാലമായിട്ട് ഡിപ്രഷനാണ്, മാനസികമായി തകർന്ന് കിടക്കുകയാണ്, അപ്പോൾ നിങ്ങളൊന്ന് സംസാരിക്കണം എന്നാണ്. അപ്പോൾ ഞാൻ ഈ പരിപാടിക്ക് ഇങ്ങനെ എൻ്റെ മുന്നിലുള്ള ആളെ പ്രസംഗം കഴിയാൻ നിൽക്കുകയാണ്, ഞാൻ പ്രസംഗിക്കാൻ നിൽക്കണം, പിന്നെ നോമ്പുമാണ്. അപ്പോൾ അങ്ങനെ എന്നാലും ഞാൻ എന്താ വെച്ചാൽ നമ്മളെയും തിരഞ്ഞു വന്നൊരു കുട്ടിയല്ലേ, ഒരു ചെറുപ്പക്കാരനല്ലേ, ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സ് നന്നാവണമെന്ന് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമല്ലേ. അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കുന്ന റൂമൊക്കെ വിളിച്ചിട്ട് ഞാനോട് സംസാരിച്ചു. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ ഒരു 21 വയസ്സൊക്കെ ഉള്ള അവർ ഇത്ര വലിയ ഡിപ്രഷൻ വരണമെങ്കിൽ അവന് വീട്ടിൽ പ്രശ്നമില്ല, അമ്മാക്ക് പ്രശ്നമില്ല, വാപ്പാക്ക് പ്രശ്നമില്ല, അവൻ നല്ല മാർക്കോട് കൂടെ പാസ്സായ ആളാണ്, ഇപ്പോൾ ഏറ്റവും നല്ല ശമ്പളമുള്ള ജോലിയാണ്, പിന്നെ എന്തിനാ ഡിപ്രഷൻ? അപ്പൻ്റെ മനസ്സ് കത്തി. ഇവന് ഡിപ്രഷൻ വരണമെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു പ്രേമ നിരാശ വന്നിട്ടുണ്ട്. ചോദിച്ച് വന്ന് അവനെ ഇരുന്നാൽ തന്നെ അവൻ്റെ കണ്ണ് കണ്ടാൽ തന്നെ, ഈ കണ്ണ് കണ്ടാൽ തന്നെ ആ ഒരു വിഷാദത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവും. കാരണം അത്രമാത്രം നമ്മൾ ഈ ഉറക്കത്തു നിന്നൊക്കെ എഴുന്നേറ്റ് വന്ന ഒരാളെ മുഖം പോലെയാണ് അവൻ്റെ മുഖം. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ച് വന്നു. അവർ പറയാ ഈ പെൺകുട്ടികൾ, അവൻ പെൺകുട്ടികളായിട്ട് അവിടെ അവനോട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അതിലൊരു പെൺകുട്ടി, അപ്പോൾ ആ പെൺകുട്ടി എന്ത് വെച്ചാൽ എല്ലാ കാര്യത്തിനും ഇവനെ ആശ്രയിക്കും. കാരണം പെൺകുട്ടികളും ദൂരെ പോയി പഠിക്കുമ്പോൾ അവർക്ക് ആരും ഇല്ലാത്തപ്പോൾ അപ്പോൾ ആശ്രയിക്കും. ഇവരെല്ലാം ആ പെൺകുട്ടിക്ക് ചെയ്തു കൊടുക്കും. പക്ഷെ ആ പെൺകുട്ടി എന്താണെന്ന് വെച്ചാൽ ഇവനെന്ന് ഉപയോഗിക്കുക എന്നുള്ളത് കവിഞ്ഞ് അവൾക്കിപ്പോൾ അവനോടൊരു ഭയങ്കര പ്രേമവും ഇഷ്ടമൊന്നുമില്ല. അവൾക്ക് ഒരാളവിടെ വേണം, അവൾക്ക് വേണ്ട സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ടേ കൊടുക്കാൻ. അങ്ങനെ ഇവളെന്ത് ചെയ്തു വെച്ചാൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ഇവളെന്ത് ചെയ്തു വെച്ചാൽ ഇവനെ ഒഴിവാക്കി. അപ്പോൾ ഇപ്പോൾ 2 മാസമായിട്ട് എന്ത് ചെയ്തു, അവളിപ്പോൾ അവനോട് ഭയങ്കര അകലത്തിലാണ് നിൽക്കുന്നത്. അവളുടെ മനസ്സ് തകർന്നു. എന്താ സംഭവിക്കാൻ കാരണം നിങ്ങൾക്കറിയും? ഞാൻ ഈ പെൺകുട്ടികളിൽ ഇപ്പോൾ എല്ലാ സ്ത്രീകളോടും എല്ലാ പുരുഷന്മാരോടും ഞാൻ പറയണം, എളുപ്പമാണ് ഒരു പെണ്ണിനോട് നമുക്ക് ആഗ്രഹം തോന്നാൻ, ഒരു ആണിനോട് അത് പെട്ടെന്നുണ്ടാവും. ചെറിയ ഏതെങ്കിലും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഏതെങ്കിലും നിലക്കുള്ള സംസാരങ്ങളും കാര്യങ്ങളും മതി, അതിലൊരു പ്രശ്നമില്ല. ഒരു പെണ്ണിനോട് പറഞ്ഞെന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ സംഗതികളൊക്കെ ചെയ്ത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളുണ്ട്, അപ്പോൾ ഞാൻ അയാളെങ്ങനെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. തെറ്റായ നിലക്കൊന്നല്ല വിളിക്കണം, തെറ്റായ നിലക്കൊന്നും വിളിക്കണ്ട, ആ സമാധാനം തന്നെ. ഒരു പെണ്ണും ആണും മനസ്സടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേർപ്പെടാൻ പറ്റില്ല. കാരണം അടുക്കുന്നത് എന്തിനാ വെച്ചാൽ അതൊരു പൂർത്തീകരണത്തിനാണ്. ആ സ്നേഹം കൂടി വരികയേ ചെയ്യുള്ളൂ. അത് നിങ്ങൾക്ക് മക്കളുണ്ടോ, കുട്ടികളുണ്ടോ, ഭർത്താവുണ്ടോ എന്നൊന്നും അതിൽ കണക്കില്ല. അത് അവസാനം ഒന്നിക്കാൻ കഴിയൂല. ഒന്നിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ജീവിക്കാതിരിക്കുക, അല്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ മാനസികമാകുക. ഇതല്ലാതെ അതിനൊരു പരിഹാരമല്ല. ഒഴിവാക്കാൻ കഴിയാത്തൊരു ബന്ധമായിട്ട് അത് വളരും. കാരണം പടച്ചോൻ എന്തിനത് വെച്ചതെന്ന് വെച്ചാൽ ആണും പെണ്ണും ഒന്നിക്കണം എന്തിനാണ്, വേർപിരിയാനല്ല, ഒരുമിച്ച് കാലാകാലം ജീവിക്കാനാണ്. അതിനുള്ളൊരു സ്നേഹമാണ് പടച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ വേർപെടുക? ദേഹം മുഴുവൻ സോറിയാസിസ് കൊണ്ട് തൊലി മുഴുവനും വികൃതമായി പോയാലും അയാളെ പരിചരിച്ചുകൊണ്ട് കൂടെ നിൽക്കാനുള്ളൊരു മനസ്സാണ് ഭാര്യയ്ക്ക് അള്ള കൊടുത്തത്. മനസ്സിലായി? എന്ത് മാരകമായ രോഗങ്ങൾ വന്ന് അവശയായി കിടന്നാലും ആ ഭാര്യനെ പരിചരിച്ച് മരണം വരെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് ഒരു പുരുഷന് കൊടുക്കണം. അത് സ്നേഹമാണ്. ആ സ്നേഹം കാലപ്പഴക്കം കൊണ്ട് ഇല്ലാതെ ആവില്ല.
പെരുമാറ്റങ്ങളെ കൊണ്ടില്ലാതെ ആവൂല. എത്ര തന്നെ ഉപദ്രവിച്ചാലും എനിക്ക് അയാളെ വിട്ടുപോകാൻ പറ്റുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് സ്ത്രീകൾ പറഞ്ഞത്? അയാൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് എനിക്ക് വരുത്തുന്നത്, പക്ഷേ അയാൾ ഒഴിവാക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയി. അതാണ് അവിഹിതമായി ഉണ്ടാകുന്ന പ്രേമത്തിനും സംഭവിക്കുന്നത്. പിന്നെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് അള്ള പറഞ്ഞത് മക്കളെ നേരിട്ടോളിന്ന്. ഏതെങ്കിലും ആണുങ്ങൾ കണ്ട് മനസ്സ് തോന്നിയാൽ ഒരു പിന്നാലെ കൂടും. സംസാരിക്കുമ്പോൾ തന്മയത്വത്തോടുകൂടെ സംസാരിക്കേണ്ട. ആണും പെണ്ണും തമ്മിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ അധിക സമയം സ്വകാര്യമായ സംഭാഷണങ്ങൾക്ക് അവസരം കൊടുക്കണ്ട. ഇതൊക്കെ അള്ളാന്റെ ഹുദയാണ്. ഹുദൻ ലിന്നാസ് ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യശ്കാ. എന്റെ സന്മാർഗത്തെ ആര് പിൻപറ്റുന്നുവോ അവൻ കഷ്ടപ്പെടേണ്ടി വരൂല. അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ. സന്മാർഗത്തെ ആര് പിൻപറ്റുന്നുവോ അവർക്ക് സമാധാനം. അവർക്കേ സമാധാനമുള്ളൂ, അവർക്കേ ശാന്തിയുള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ലോകത്തിന് മാർഗദർശനമായി ഇറക്കിയ ഖുർആന്റെ മാസമാണിത്. അതിനെന്താ വേണ്ടത് സുഹൃത്തുക്കളെ? ഖുർആൻ പാരായണം ചെയ്യണം. ഓരോ ഹറഫിനും കൂലി കിട്ടും. ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം ഖുർആൻ ജീവിതത്തിൽ അനുവർത്തിക്കണം. ജീവിതത്തെ എങ്ങനെ എഡിറ്റ് ചെയ്യണം നമ്മൾ. അത് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സ്വീകരിച്ച് നമ്മൾ പോകണം. സുഹൃത്തുക്കളെ, മാറുന്നുണ്ടോ? എല്ലാം മാറണം. സ്വഭാവങ്ങൾ മാറണം, നമ്മുടെ ആരാധനകൾ മാറണം, പെരുമാറ്റങ്ങൾ മാറണം. ആ റമദാൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോൾ നല്ല സമാധാനത്തിലാണ് ജീവിതം എന്ന് ഭാര്യ ഭർത്താക്കന്മാർ പറയും. കഴിഞ്ഞ റമദാനാണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കച്ചറയും ഞങ്ങൾ തമ്മിലുണ്ടായിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ എവിടുന്നെങ്കിലും? അത് കേൾക്കണം. അപ്പോഴല്ലേ റമദാൻ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അവിടെയല്ലേ വരുന്നുള്ളൂ സുഹൃത്തുക്കളെ. എന്തപ്പോൾ നമ്മുടെ സ്വഭാവങ്ങളെയൊക്കെ മാറ്റാൻ? സ്വഭാവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയട്ടെ. സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങളെ കൊണ്ട് ഒരാളെ ഇടങ്ങേറായി ജീവിക്കാം, അതാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോൾ രാവിലെ ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ട് പറഞ്ഞത് എന്ത് ഞാൻ ചെയ്യാന്നാണ്. അമ്മായിമാനെ കൊണ്ടേ പടി ഞാൻ എന്തും ചെയ്യാന്നാണ്. എനിക്കിനി കുട്ടികളുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവുന്ന എന്നാ പറഞ്ഞത്. എനിക്ക് ഒരു നിലക്കൊരു രക്ഷയില്ലാതെ എൻ്റെ വീട്ടിലേക്ക് കുട്ടികളെ എടുത്ത് പോകാൻ പറ്റില്ല. അപ്പം എന്താ ആഗ്രഹം? അങ്ങനെ ഒരാളെ കൊണ്ട് ഒരാൾ കുടുങ്ങാറിഞ്ഞാൽ പിന്നെ അയാൾ കുറേ നിസ്കരിച്ചിട്ട് നോമ്പിട്ട് എന്താണ്? അപ്പം ആ സ്ത്രീനോട് പറയാണ്, എൻ്റെ അമ്മാനെ പറ്റി കേട്ടാൽ കഴിയും. എൻ്റെ അമ്മ ഇപ്പോൾ ഈ റമദാനിക്ക് എല്ലാ ജമാഅത്തിനും പള്ളിക്ക് പോകും. ആ അമ്മാനെ പറ്റി പറയണത് എല്ലാ ജമാഅത്തിനും പള്ളിക്ക് പോകും. മനസ്സിലായി? ആ സ്ത്രീ പാട് ഉദാഹരണം, ഉള്ളി അവിടെ അരിഞ്ഞു വെച്ചോ, ഞാൻ ശരിയായിക്കോളാം കൂട്ടാൻ. ഉള്ളി അരിഞ്ഞാൽ ഉള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇതെന്താ അത്ര വലുതാക്കി അരിഞ്ഞുകൊണ്ടു. ഏതെങ്കിലും ഒന്ന് കണ്ടാൽ ഒരു ചോദ്യം ചോദിക്കാക്കൂലെന്നാ പറയണം. മനസ്സിലായി? നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ അത് എനിക്ക് ഈ ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ കുറച്ച് ഔലും ചായയും കുടിച്ചോളാം. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മുന്നേ കൊണ്ടുവച്ചാൽ എനിക്കിതൊന്നും വേണ്ട. ഒരു മനുഷ്യനെ പീഡിപ്പിക്കാൻ എങ്ങനെ കഴിയുമോ അങ്ങനെ പീഡിപ്പിക്കാന്ന്. അത് കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നമ്മളെ അയൽവാസി വിചാരിക്കണത് പടച്ചോൻ ഈ ചങ്ങായി ഇവിടെ വന്ന് വീട് വെച്ച് കേട്ടങ്ങേറി ഇതൊന്ന് പോയി കിട്ടാൻ എന്താ ചെയ്യൽ, ഇവിടുന്ന് എനിക്ക് ഇതിന് വല്ല വില കിട്ടാൻ വിറ്റ് പോകാമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്താ പോലെ സ്വഭാവം? ഭർത്താവ് വീട്ടിക്ക് വന്നോളം തന്നില്ല, മൂപ്പര് ഇവിടെ അല്ലെങ്കിൽ ഒരു സമാധാനമാണ് എന്നാണ് ഭാര്യ വിചാരിക്കണതെങ്കിൽ സുഹൃത്തുക്കളെ എന്താണ് ആ ജീവിതത്തിൻ്റെ അർത്ഥം? മനസ്സിലായില്ലേ? അതല്ലേ റസൂലുള്ള പറഞ്ഞ മയ്യത്ത് ഉണ്ടായപ്പോൾ മുസ്തരി വിശ്രമിക്കുന്നവരുണ്ട്. ഒരുത്തം നമ്മളെ പോയാൽ നമുക്ക് റെസ്റ്റായി. കാരണം എന്താ? ദുനിയാവിൽ എല്ലാ ബുദ്ധിമുട്ടും തീർന്നു, ഇനി സമാധാനമായിട്ട് കബറും പരലോകമായിട്ട് സമാധാനമായിട്ട് കിടക്കുക. എന്നാൽ മുസ്തറാഹ് എന്താ? അവനാണ് പോകുമ്പോൾ കുറേ ആൾക്കാർക്ക് സമാധാനമായി. ഇനിയിപ്പോൾ ആ ഇടങ്ങേറില്ലല്ലോ, പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഇടങ്ങേറിൽ സമാധാനമായിട്ട് കുട്ടികളെ നോക്കി ഇവിടെ സമാധാനമായിട്ട് വീട്ടിൽ കടന്നുറങ്ങാലോ എന്ന് വിചാരിക്കുന്ന അവസ്ഥ മാറണം സുഹൃത്തുക്കളെ. സ്വഭാവങ്ങൾ മാറണം. ഇത് മാറാതെ ഒരു രക്ഷയില്ല. അത് മാറ്റാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഖുർആൻ ആ മാറ്റത്തെയാണ് ആവശ്യപ്പെടുന്നത്. റമദാനും അതേ മാറ്റത്തെയാണ് ആവശ്യപ്പെടുന്നത്. റമദാൻ കൊണ്ട് മാറാൻ നോമ്പ് നോൽക്കുന്നവന് മാറാൻ പറ്റും. ഖുർആൻ്റെ പ്രചോദനങ്ങളെ കൊണ്ട് ഖുർആൻ നമ്മൾ നിരന്തരമായി മാറാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ മാറ്റത്തിന് തയ്യാറാകണം എന്നാണ്. എന്താണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം? എന്താണ് റമദാൻ്റെ ആത്യന്തിക ലക്ഷ്യം? നരകത്തിന് രക്ഷപ്പെടുക. അതാണ് ഉത്തക്കാൽ. നരകത്തിന് രക്ഷപ്പെടൽ തന്നെയാണ് പിന്നെ റമദാൻ്റെ ലക്ഷ്യം. എന്താണ് സുഹൃത്തുക്കളെ ഖുർആന്റെ ലക്ഷ്യം? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ വമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാവരും മരിക്കും, അതല്ലേ ജീവിതത്തിൽ ലക്ഷ്യം. പ്രവർത്തിച്ചതിൻ്റെ കൂലി പൂർണ്ണമായിട്ട് കിട്ടും. വമൻ സുഹ്സിഹ അനിൻ നാർ, നരകത്തിന് രക്ഷപ്പെടുക. വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ കയറുക. അതിൻ്റെ അപ്പുറത്തൊക്കെ എന്താ സുഹൃത്തുക്കളെ? എല്ലാ വേദനകൾക്കും ഒരു അവസാനമല്ലേ? എന്നാൽ തീരാത്ത വേദനകളും അവസാനമില്ലാത്ത പീഡനങ്ങളുമാണ് നരകം എന്ന് പറഞ്ഞാൽ. മനസ്സിലായി?
നരകത്തിൽ പൊട്ടിത്തെറിക്കുകയാണ് തലയോട്ടികൾ. നരകത്തിലെ ശിക്ഷകളുടെ പരിമിതികൾ ആർക്കെങ്കിലും നിർണ്ണയിക്കാൻ പറ്റും? ഇറങ്ങി ഓടും ആളുകൾ, ചോടാൻ പറ്റൂ, തിരിച്ചു കൊണ്ടുവരും. കുടിക്കുന്ന വെള്ളം കൊണ്ട് മുഖമല്ല കരിയണത്, മുഖം കരിയും കുടിക്കാം. യശ്ഫിൽ വുജൂഹ് അല്ല, ആമാശയങ്ങൾ ഫഖത്ത ആവും, ആമാശയങ്ങൾ ഭേദിക്കപ്പെടും. ഇതൊക്കെ പടച്ചോൻ പറയല്ലേ സുഹൃത്തുക്കളെ? അള്ളാഹിന്റെ കലാമ് സത്യമാവാതിരിക്കും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാളും വലുതെന്താണ്? അതുകൊണ്ട് ആ നരകത്തിൻ്റെ ഭയാനതകളെ ചൂടോർത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളെ പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാകുന്ന ഒരു മാറ്റമാണ് അതിൽ ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കാം. അതാണ് എനിക്ക് അവസാനമായി പറയുന്നത്. ഖുർആൻ സുഹൃത്തുക്കളെ പഠിക്കണം. നമ്മളാരും ശരിക്ക് അത് ഗൗരവത്തോടെ പഠിക്കാൻ തുടങ്ങിയിട്ടൊന്ന് ആലോചിക്കണം. കുറേ ആളുകളൊക്കെ അങ്ങനെ ഉണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. വിശുദ്ധ ഖുർആൻ ഇപ്പം നമ്മളെ ലേണിംഗ് ക്ലാസ്സുകളൊക്കെ എല്ലാ യൂണിറ്റുകളും ലേണിംഗ് ക്ലാസ്സുകളുണ്ട്. അതിനൊക്കെ സ്ഥിരമായി വരുന്ന പഠിതാക്കളുണ്ട്. ഇപ്പോൾ ഈ ഹാളിൽ ഈ പരിപാടി വെക്കുമ്പോൾ ഇവിടെ എത്ര ആളുകൾ വരുമോ എന്നുള്ള ബേജാർ ഈ സംഘാടകർക്ക് ഉണ്ടാവും. അതുകൊണ്ടല്ല എല്ലാ യൂണിറ്റും വിളിച്ച ആൾക്കാർ പറയുന്നത്. അതേപോലെ ഒരു ഖുർആൻ ക്ലാസ് നടത്തുമ്പോൾ നമുക്കൊരു ബേജാറില്ലാത്ത എന്താ? ആ ഖുർആനിൻ്റെ ഒരു ആകർഷണീയത കൊണ്ട് ആൾക്കാർ അവിടെ വരും, വന്നിരിക്കും. ഞാനൊക്കെ എൻ്റെ എന്തൊക്കെയോ പരിപാടികളും പ്രോഗ്രാമുകളും ഒഴിവാക്കി എത്രയോ ദൂരെ നിന്നൊക്കെ യാത്ര ചെയ്തിട്ട് ക്ലാസ്സിനെത്തുന്നു. അപ്പോൾ എത്തുന്ന എന്താ? അവിടെ വന്ന ഒരു കാര്യമുണ്ട്, അവിടെ ആൾക്കാരുണ്ടാവും, അവർ വരാതിരിക്കില്ല. അതിന് ഖുർആൻ നമ്മൾ പഠിക്കണം. ഖുർആൻ പഠിക്കുന്നത് കൊണ്ട് കിട്ടുന്ന മനസ്സമാധാനവും സന്തോഷവും പ്രയോജനവും വളരെ വലുതാണ് സുഹൃത്തുക്കളെ. അത് ഖുർആൻ പഠിക്കുന്നവർക്കേ അറിയൂ, ഖുർആൻ പഠിതാക്കൾക്കേ അറിയൂ. നിങ്ങൾ ഇമാം നാസിർ സാദിൻ്റെ ഒരു തഫ്സീറുണ്ട്, അതായത് അറബിയിലുള്ളൊരു തഫ്സീറാണ്. വളരെ കുറച്ചുള്ളൂ ആ തഫ്സീർ. അതായത് ഒരായത്തിൻ്റെ വിശദീകരണം വളരെ കുറച്ചുണ്ടാവുള്ളൂ. പക്ഷെ ആ ഖുർആനിൻ്റെ ആത്മാവ് നമുക്കിങ്ങോട്ട് കിട്ടും. എന്നിട്ട് അറബി വായിക്കാൻ അറിയണം. അറബി ഇപ്പം നമ്മൾ മലയാളത്തേക്ക് പരിഭാഷപ്പെടുത്തി വരുന്നുണ്ട്, നിങ്ങൾ കണ്ടോ അറിയില്ല. നമ്മുടെ നേർപദത്തിൽ ഒന്ന് വായിച്ചു, നേർപദത്തിൽ എല്ലാ ആഴ്ചയിലും അതിൻ്റെ പരിഭാഷ വരുന്നുണ്ട്. എന്താ പരിഭാഷ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ആശയങ്ങളും കാര്യങ്ങളും അതിന് എന്ത് ചെയ്യുന്നൊരു ലഭിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ സൂറത്ത് ഖസസ് ഉണ്ട്, സൂറത്ത് ഖസസ്, ആ സൂറത്ത് ഖസസ് പിന്നെ പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൽ ഞാൻ കണ്ട് ആ ഖസസിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥ വെച്ചുകൊണ്ട് അതിനുള്ള ഗുണപാഠങ്ങൾ എന്ന് പറഞ്ഞ് ഏകദേശം 10-30ഓളം കാര്യങ്ങൾ അദ്ദേഹം അതിലിങ്ങനെ പോയിൻ്റായിട്ട് കൊടുത്തു. അതൊക്കെ നമ്മൾ വായിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ പ്രതീക്ഷകൾ ലഭിക്കുന്ന കാര്യങ്ങളാണ് അത്. കാരണം അതിൽ ആ മൂസാ നബിൻ്റെ ഉമ്മ മൂസാ നബിനെ എന്തുണ്ട് ആ പെട്ടിയിലാക്കിയിട്ട് പുഴയിൽ ഒഴുക്കുന്നുണ്ട്. അങ്ങനെ ആ പെട്ടിയിലാക്കി പുഴയിൽ ഒഴുക്കാൻ ആരാ പറഞ്ഞത്? അള്ളയാണ്. ഇന്നാ റാദൂഹു ഇലൈക്കി വജാഇലുഹു മിനൽ മുസ്ലിം, ചോദിക്കോ ആ കുട്ടി എൻ്റെ കയ്യേക്ക് വരും. പക്ഷെ അമ്മക്ക് മനസ്സിലാകണില്ല എങ്ങനെയാണ് ഇപ്പോൾ ഈ കുട്ടീനെ ഇതിലിട്ടാൽ അതെങ്ങനെ പിന്നെ എൻ്റെ കയ്യേക്ക് വരികയെന്ന്. അപ്പം ഉമ്മ ബേജാറായിട്ട് അള്ള കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അത് മുങ്ങിപ്പോകുമോ, എവിടെയെങ്കിലും എത്തുമോ, ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം പടച്ചോൻ പറഞ്ഞാൽ തിരിച്ചു കിട്ടും, ഒരു സംശയമല്ല. പക്ഷെ എന്നിട്ടും ആ ഉമ്മ എന്ത് ചെയ്തു? നിങ്ങൾ ഒരു മകളെ ആ പെട്ടിൻ്റെ കൂടെ പോയി നോക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ നാസിർ സായിദ് റഹ്മുള്ള പറയേണ്ടത് തരും, ഞമ്മക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പാണെങ്കിൽ പോലും നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എല്ലാം ചെയ്തിരിക്കണം. നമ്മൾ അള്ളാഹുവിൽ എത്ര പരമേൽപ്പിച്ചാലും അള്ള തരുന്ന എത്ര ഉറപ്പുണ്ടെങ്കിലും നമ്മുടെ ഭാഗതയും നമ്മൾ നിർവഹിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം അദ്ദേഹം പറയണം എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ശത്രുക്കളുടെ പിന്നെ അക്രമങ്ങളൊക്കെ വരുമ്പോൾ ഇതെന്നാ അവസാനിക്കുക എന്ന് വിചാരിക്കും. അതിന് അള്ളാഹ് ഒരു ആസൂത്രണം നടത്തും. ആ ആസൂത്രണത്തിൻ്റെ സമയത്തുമ്പോഴേ നടപ്പിലാവുള്ളൂ. അത് ഫിർഔനും കൂട്ടരും മൂസാ നബിനെയും കൂട്ടരെയും ആ എല്ലാവരെയും ഇവിടെ നാട്ടിച്ചിറക്കി ഓടിച്ച് കളയുന്ന ഘട്ടം വരെ ആ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിലനിന്നു. അങ്ങനെ ആ കടലിലിറങ്ങി അവർ മരിച്ചു. ആ നാട് മുഴുവനും അള്ളാഹു മൂസാ നബി ബനു ഇസ്രായേലിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. അപ്പോൾ അള്ളാഹ്ക്ക് എല്ലാറ്റിനും ചില നടപടിക്രമങ്ങളുണ്ട്. ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ എന്താ ഭയങ്കരമായൊരു ഉൾക്കാഴ്ച കിട്ടും. നമ്മൾ വിചാരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കിങ്ങനെ പരിഹാരം പറഞ്ഞു തരുന്ന പോലെ നമുക്ക് തോന്നും. വലിയ സമാധാനവും ആശ്വാസവും നൽകും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ ഖുർആൻ പഠിക്കാൻ ഈ റമദാനിൽ നമ്മൾ തീരുമാനിക്കണം. ഇപ്പോൾ തന്നെ നമ്മളതിൻ്റെ പഠന കാര്യങ്ങൾ ആരംഭിക്കണം. പരിഭാഷകൾ കിട്ടും. നമ്മുടെ ലേണിംഗ് ഏതെങ്കിലും ഒരു ലേണിംഗ് ക്ലാസ്സിൽ നിങ്ങൾ പഠിതാവാകണം. ഏതെങ്കിലും ഇപ്പോൾ റമദാനിൻ്റെ പരസ്ഥലത്ത് നിർത്തിച്ചിട്ടുണ്ട്, നമുക്ക് നിർത്തിച്ച റമദാൻ കഴിഞ്ഞിട്ട് തുടങ്ങുമ്പോൾ നമ്മളതിൻ്റെ ഭാഗമായി തീരാൻ നമ്മൾ തീരുമാനിക്കണം സുഹൃത്തുക്കൾ. അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ സമാധാനവും സന്തോഷവും നൽകും. നമ്മൾ മരിക്കുന്ന തലേന്നും ഖുർആനിലൊരു ആയത്തിൻ്റെ അർത്ഥം പഠിച്ചിട്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടത്. ഭയങ്കര ബർക്കത്താണത്. ഇതാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ ഓതുന്നിടത്ത് മിണ്ടാതിരുന്നാൽ അനുഗ്രഹം കിട്ടുന്നതാണ്. എന്താ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ ഒന്ന് മിണ്ടാതിരുന്നാൽ, ഈ അൻസിത്വം മിണ്ടാതൊക്കെ ഖുർആനിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, അത് അൻസിത്വമാണ്. പിന്നെന്താണ് അത്? വൈദാ ഖുർആൻ ഫസ്തമിഉ വഅൻസിതു,
ഇസ്തിമാ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അതിൻ്റെ ആശയങ്ങൾ നമ്മൾ ശരിക്ക് കേട്ടുകൊണ്ടിരിക്കും. ജലാലക്കും തുർഹമൂന്നാണ്. ഒരു പണ്ഡിതൻ്റെ ദർസിൽ ഞാൻ കേട്ടു, നിങ്ങൾ അങ്ങനെ ഖുർആനെ ഓതുന്ന സ്ഥലത്ത് നിങ്ങളത് ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യാതിരുന്നാൽ അതിൻ്റെ നേരെ വിപരീതം സംഭവിക്കും. അള്ളാഹിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് നിരാകരിക്കപ്പെടുന്ന. ഇപ്പോൾ നാട്ടിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ശ്രദ്ധിക്കാനും കേൾക്കാനും പോകുന്നില്ലെങ്കിലും ഒരുപക്ഷെ നമുക്ക് കാരുണ്യങ്ങൾ നിരാകരിക്കപ്പെട്ടേക്കാം എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിൻ്റെ അവസരം അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് 2 ആഴ്ചയും കൂടി ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും അതിന് വരാനും ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താനും ഖുർആൻ ആശയങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ. ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഏതായിരുന്നാലും ഇത്രയും സമയം അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് സംസാരിക്കാൻ പറ്റി. നമ്മൾ കൂടുതൽ ദീൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും നമ്മളെല്ലാവരും പരിശ്രമിക്കാം. അള്ളാഹു ഈ ഒരു ദീനീ പ്രവർത്തനങ്ങളെ ഇതുപോലെ ഊർജിതമായി നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കൾ, ആരോടുള്ള മത്സരമല്ല കേട്ടോ, ആരോടും നമ്മൾ കാര്യം തോൽപ്പിക്കാനുമല്ല, അള്ളാഹുവിൻ്റെ ദീൻ ആളുകൾക്ക് എത്തിക്കുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ വേണം. നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. നിങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങി വന്നാൽ അറിയാൻ പറ്റും, ഇതിലാർക്കും പ്രത്യേകമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ അധികാരങ്ങളോ ഒന്നുമില്ല. ദീനിന് വേണ്ടി ആർക്കൊക്കെ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ അതിലിറങ്ങി പ്രവർത്തിക്കാം. ഇപ്പോൾ ഇന്നലെ ഇഫ്താറിൻ്റെ അവിടെ ചെന്നപ്പോൾ കുറേ പുതിയ ആളുകൾ വളരെ സജീവമായി ആ ഇഫ്താറിന് വന്നിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ആ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ നല്ല ഉഷാറായിട്ട് അവർ വന്നിരിക്കുന്നു. നമ്മളാരും അവർ വിളിച്ചതല്ല, അവർ സ്വയം വളണ്ടിയർമാരായതാണ്. നിങ്ങൾക്ക് ഏത് ദീനീ സംരംഭങ്ങളിലും നിങ്ങൾക്ക് അവിടുത്തെ ആളുകളാകാം, അതിൻ്റെ സംഘാടകരാകാം, അതിൻ്റെ മെസ്സേജുകൾ അയക്കാം, അതിൻ്റെ യൂണിറ്റിൻ്റെ ഭാരവാഹികളാകാം, എന്തുമാവാം. നമുക്ക് താല്പര്യമുണ്ടോ ആ നന്മകൾക്ക് വേണ്ടി തുറന്ന ഒരവസരമാണ് യഥാർത്ഥത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ എല്ലാ സംരംഭങ്ങളും. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ മുതിർന്നവർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എല്ലാ സംരംഭങ്ങളും അതാണ്. എല്ലാറ്റിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വേണം. നമ്മളൊരു വർഷത്തേക്കുള്ള പ്രവർത്തന ഫണ്ട് രൂപീകരിക്കുന്ന സമയമാണ്. കേരളത്തിൽ എവിടെ ഇതിൻ്റെ ഒരു ദാവാ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു 10 രൂപ അതിലുണ്ടാവാൻ പറ്റുന്നൊരു സന്ദർഭമാണ്. ഇപ്പോൾ എല്ലാവരും ആ ഒരു ദാവാ പ്രവർത്തനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വർക്കിംഗ് ഫണ്ടിൽ നിങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ ജാമിയ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജാമിയ, നമ്മുടെ ധാരാളം കുട്ടികൾ ഇപ്പോൾ അവിടുന്ന് ഇറങ്ങി നല്ല പ്രസംഗകന്മാരും നല്ല പണ്ഡിതന്മാരുമായ ആളുകൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഇറങ്ങി. ഏകദേശം ആൺകുട്ടികളും പെൺകുട്ടികളുമായി 400ഓളം കുട്ടികൾ, 400 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു 10-32 ലക്ഷം രൂപ മാസത്തിൽ അതിന് നമുക്ക് ചിലവുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്തെങ്കിലും നിങ്ങൾ റമദാനിൽ നീക്കി വെച്ച നിങ്ങളുടെ തുകകളിൽ നിന്നും നിങ്ങൾ അതിൻ്റെ ആളുകളെ അന്വേഷിച്ച് കണ്ടില്ലേ, നമ്മുടെ വനിതാ പ്രവർത്തകരുണ്ട്, അവരോട് ചോദിക്കാം. അതേപോലെ ഓർഗനൈസേഷൻ്റെ ആളുകളുണ്ട്, അവർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് സ്വന്തം തന്നെ അതിലേക്ക് QR കോഡ് വഴി ഓൺലൈൻ വഴി നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംരംഭങ്ങളെയും നിങ്ങളുടെ ശ്രദ്ധയും താല്പര്യവും ഉണ്ടായിരിക്കണം എന്ന് പറയാണ്. അള്ളാഹു നമ്മൾ കൊടുക്കുന്ന എല്ലാ സദക്കകളും ദാനധർമ്മങ്ങളും പൂർണ്ണ പ്രതിഫലത്തോടുകൂടെ നമ്മളിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വല്ലി അലാ